ഇനി നമ്മുടെ കേന്ദ്ര സർക്കാർ എടുത്ത വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു തീരുമാനത്തെക്കുറിച്ചാണ്. ഇന്ത്യൻ റവന്യൂ സർവീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥ അവരുടെ പേരും ലിംഗവും മാറ്റാൻ നൽകിയ അപേക്ഷ കേന്ദ്രം അംഗീകരിച്ചിരിക്കുന്നു. അതിനെക്കുറിച്ച് കെ ബി ശ്രീധരൻ വിശദമായി പറയും. ആരാണ് മിസ് അനസൂയ ഇനി മിസ്റ്റർ അനുകദിർ സൂര്യയായി മാറുന്നതിൻ്റെ കഥ പറയുകയാണ് കെ ബി ശ്രീധരൻ. ശ്രീധര, വളരെ പ്രാധാന്യമുള്ള ഒരു തീരുമാനം. അത് നമുക്കറിയാം. ഇപ്പോൾ എത്രയൊക്കെ സമൂഹം മാറി എന്ന് പറഞ്ഞാലും ഈ വിഭാഗക്കാർ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികൾ, അവഹേളനങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും വാർത്തകളായിട്ടൊക്കെ കാണുന്നുണ്ട്. തീർച്ചയായും അവർക്കൊക്കെ വലിയ പ്രചോദനമാകുന്ന ഒരു കാര്യം കൂടിയാണ് അനസൂയ അനുകദിർ സൂര്യയായി മാറുന്നത്. എന്തായിരുന്നു ആ ചരിത്രം? എങ്ങനെ ഈ തീരുമാനത്തിലേക്കൊക്കെ എത്തി? ദിവിഷ, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ലിംഗമാറ്റ ശസ്ത്രക്രിയകളൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡറുകളുടെ അവകാശങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നതും അതിനുവേണ്ടി പോരാട്ടമൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇത്തരമൊരു കാര്യം, അതായത് രേഖകളിൽ പോലും, സർക്കാർ രേഖകളിൽ പോലും ഇങ്ങനെ ഒരു മാറ്റം വരിക എന്നുള്ളത് കയ്യടിക്കേണ്ട ഒരു പ്രവൃത്തി തന്നെയാണ്. 2013 ബാച്ചിലെ IRS ഉദ്യോഗസ്ഥയായിരുന്നു അനസൂയ, അനസൂയ എന്നായിരുന്നു അവരുടെ പേര്. പടിപടിയായി ഉയർന്ന അവർ ജോയിന്റ് കമ്മീഷണർ വരെ ആയി ഉയർന്നു. ആ സമയത്താണ് അവർക്ക് സ്വത്വം എന്നുള്ള കാര്യത്തിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ബോധ്യം വന്നത്. അവർ സർക്കാരിനോട് ആവശ്യപ്പെട്ടു തൻ്റെ ജെൻഡർ അത് മാറ്റിത്തരണമെന്നുള്ളൊരു കാര്യം. ഏതായാലും കേന്ദ്ര സർക്കാരിൽ, പ്രത്യേകിച്ച് ധനകാര്യ മന്ത്രാലയത്തിൽ സംബന്ധിച്ച് വലിയ ചർച്ചകളൊക്കെ നടന്നു. ഏതായാലും ഇതിന് ഒരു സഹായകമായ ഒരു കാര്യം 2014 ഏപ്രിലിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഒരു ഉത്തരവാണ്. ഈ ലിംഗമാറ്റ സംബന്ധിച്ച് ഉള്ള ജെൻഡർ സമത്വം സംബന്ധിച്ചുള്ള നിർണായകമായിട്ടുള്ള ഉത്തരവായിരുന്നു. ഏതായാലും അതിന് പിന്നാലെ തന്നെ ഇപ്പോൾ ധനകാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കി. അനസൂയയുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് അനസൂയ ഇനി അനുകദിർ സൂര്യയായി അറിയപ്പെടും. ഒപ്പം പുരുഷൻ എന്നുള്ളത് അവരുടെ ഔദ്യോഗിക രേഖകളിൽ പുരുഷൻ എന്ന് രേഖപ്പെടുത്തിയെടുത്തെല്ലാം തന്നെ സ്ത്രീ എന്ന് രേഖപ്പെടുത്താനുള്ള ഒരു അനുമതിയും ആ ഉത്തരവിൽ നൽകിയിട്ടുണ്ട്. ഏതായാലും ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച്, ഈ വിഭാഗത്തെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമായിട്ടുള്ള, അല്ലെങ്കിൽ അവർക്ക് അനുകരണീയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇതിനു മുൻപ് ഒരു ചെറിയ വിഷയം പറ്റിപ്പോയി. എങ്ങനെയാണ് അവരെ കുറിച്ചുള്ള മറ്റ് ഇപ്പോൾ ഒരുപാട് പ്രതിസന്ധികളൊക്കെ ഈ ജോലി സമയത്തൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? അല്ലെ അങ്ങനെ വെറുതെ ഒന്നുമല്ല അവർ ഈ സ്ഥാനത്ത് എത്തിയിട്ടുണ്ടാവുക. അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ അവരെവിടെയെങ്കിലും പറയുകയുണ്ടായിട്ടുണ്ടോ ശ്രീധരൻ? തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞാൽ ചെറിയ പിശകാണ്. സ്ത്രീ പുരുഷനായി മാറുന്നു, ക്ഷമിക്കണം. ഏതായാലും ഇത് സംബന്ധിച്ച് അവരുടെ ഒരു ഔദ്യോഗിക വിശദീകരണം ഇതുവരെ വന്നിട്ടില്ല. ഏതായാലും അത് അടുത്ത ദിവസങ്ങളിലൊക്കെ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇവരുടെ ഉള്ളിലുള്ള, അതായത് നമ്മുടെ ഒരു സ്വത്വം എന്താണെന്ന് തിരിച്ചറിയുകയും അത് അംഗീകരിക്കപ്പെടുകയും ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് ഒറീസ ധനകാര്യ വകുപ്പിൽ ഇതുപോലെ തന്നെ ഒരു കാര്യം നടന്നു. അത് അന്ന് ട്രാൻസ്ജെൻഡർ എന്ന് അവരുടെ ജെൻഡർ രേഖപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു നീക്കമാണ് അവിടുത്തെ ഒരാളിൽ ഉണ്ടായത്. അത് സർക്കാർ അനുവദിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. ഏതായാലും ഇവരുടെ ഈ ഒരു പോരാട്ടം അത് കാര്യമായി തീർച്ചയായിട്ടും ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സിവിൽ സർവീസ് രംഗത്താണ് ഇങ്ങനെ ഒരു മാറ്റം, തലപ്പത്ത് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുന്നു. പടിപടിയായി അത് താഴെത്തട്ടിലേക്കും വരും. അങ്ങനെ ഈ ഒരു സമൂഹത്തെ കൃത്യമായി അംഗീകരിക്കുന്ന ഒരു കാലം വരും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ഇത്തരം ഉത്തരവുകളിലൂടെ ഇപ്പോൾ നമുക്ക് ലഭിക്കും. ശരിയാണ് ശ്രീധര. വിദ്യാഭ്യാസത്തിലൂടെയും അങ്ങനെ ജോലി സാധ്യതകളിലൂടെയും ഒക്കെ എങ്ങനെ ആ സമൂഹം അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന് അവർ കരകയറുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം കൂടിയാണ് ഈ ഉദ്യോഗസ്ഥനായി മാറുന്നത്. തീർച്ചയായും എല്ലാ ആശംസകളും നമുക്ക് നേരാം. ശരി ശ്രീധര, കാണാം.